ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ഷാങ്ഹായ് കൗൺസിലിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് കൗൺസിൽ അംഗീകാരം നൽകി. പെഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഷെഹബാസ് ഷെരീഫിനെ വേദിയിലിരുത്തി പാകിസ്ഥാന് മോദി രൂക്ഷ വിമർശനം നടത്തി. निर्मम आतंकवाद का दंश झेल रहा है। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं था, यह मानवता में विश्वास रखने वाले हर देश, हर व्यक्ति को खुली चुनौती थी. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി മോദി 1 മണിക്കൂറോളം നീണ്ട പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി. താരിഫ് യുദ്ധം തുടരുന്നതിനിടെ ഇന്ത്യയെ വിമർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്തെത്തി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ പരോക്ഷ സഹായം നൽകുകയാണ് എന്നാണ് വിമർശനം. ഞങ്ങളുടെ പ്രതിനിധികൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഒപ്പം തന്നെ ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട് തത്സമയം സൂപ്പർ 4 ആദ്യം ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്കാണ്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷമാണ് നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ നിലപാടിന് പൂർണ്ണമായും ഷാങ്ഹായ് ഉച്ചകോടി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സംയുക്ത പ്രഖ്യാപനത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന കാഴ്ച, ആ പ്രഖ്യാപനത്തിൽ അവർക്ക് ഒപ്പുവയ്ക്കേണ്ടെന്ന ഗതികേട് വന്നു. ഒപ്പം ചില കാര്യങ്ങൾ, അതായത് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിയുന്നു. ഇരട്ട തീരുവ വിഷയത്തിൽ പുതിയൊരു അച്ചുതണ്ടിന്റെ ഉദയം, ഇന്ത്യ റഷ്യ ചൈന എന്ന ആ തരത്തിലേക്കൊരു പുതിയൊരു സൗഹൃദ കൂട്ടായ്മയുടെ കാഴ്ച കൂടി അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ ഒട്ടേറെയുണ്ട് ഷാങ്ഹായ് ഉച്ചകോടിയെക്കുറിച്ച്. ശ്രീജിത്ത്. തീർച്ചയായും വലിയ നിർണായകമായ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉച്ചകോടിയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഒരുപക്ഷേ സമീപകാലത്തൊന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലോ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ ബന്ധങ്ങളെ വെച്ച് ആ രൂപത്തിൽ വീക്ഷിക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയും ഇങ്ങനെ ഒരു ഒത്തൊരുമയും ഒന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിലേറ്റവും ശ്രദ്ധേയം ചൈനയും റഷ്യയും ഇന്ത്യയും ഒന്നിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുടിനൊപ്പം കാറിൽ സഞ്ചരിക്കുന്നു, അദ്ദേഹത്തിനൊപ്പം തന്നെ ചേർന്ന് സഞ്ചരിക്കുന്നു. അതേസമയം തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാതെ, ഒരു ഷെയ്ഖ് ഹാൻഡ് പോലും കൊടുക്കാതെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയും പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മറ്റ് ലോകരാജ്യങ്ങൾക്ക്, അതായത് കസാഖിസ്ഥാന്റെയും കിർഗിസ്ഥാന്റെയും ഒക്കെ നേതാക്കന്മാർക്ക് പരിചയപ്പെടുത്തുകയും അവരോടൊപ്പം സംസാരിക്കുകയും സൗഹൃദം പങ്കിടുകയും ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഒപ്പം അതിനുശേഷം ഏറ്റവും അവസാനം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കാറിൽ ഒന്നിച്ച് ഒരേപോലെ മടങ്ങുന്നു. ആ ചർച്ച ഏതാണ്ട് 45 മിനിറ്റ് നീണ്ടു നിന്നു. കാറിനുള്ളിൽ ഒന്നിച്ച് രണ്ടുപേരും മാത്രമായി 45 മിനിറ്റ് നീണ്ടു നിന്ന ചർച്ച ഉണ്ടായി എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ നിർണായകമായ കാര്യമാണ്. അമേരിക്ക ഒരു വശത്ത് ഇന്ത്യയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ, അത് വ്യാപാര വാണിജ്യ മേഖലകളിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ രൂപത്തിൽ പുടിനുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ പുടിൻ ഇന്ത്യയോട് കൂടുതൽ അടുപ്പം കാണിച്ചുകൊണ്ട് ഇന്ത്യ ഒപ്പം ചേർത്ത് നിർത്താൻ ശ്രമിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇപ്പോൾ ഇരട്ട ചുങ്കം ചുമത്തുന്നു, ഒപ്പം തന്നെ വ്യാപാരവും വാണിജ്യവും അന്തർദേശീയ തലത്തിലും ഒക്കെ എല്ലാ തലത്തിലും ഇന്ത്യയെ ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അത് മാത്രമല്ല ട്രംപ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് ഇന്ത്യക്ക് മേൽ എല്ലാ ഉപരോധങ്ങളും ഏർപ്പെടുത്തണം എന്നാണ്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളോട് അടക്കം പറയുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇന്ത്യ നേടിയെടുക്കുന്നത് നയതന്ത്ര തലത്തിലും വിദേശകാര്യ തലത്തിലും വാണിജ്യ തലത്തിലും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആനുകൂല്യം, വലിയ മേൽക്കൈ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ സൂചന ഒന്നാണ് ഇന്ന് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വ്യാപാര ഉപദേഷ്ടാവും കൂടിയായിട്ടുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് റഷ്യയെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ റഷ്യയ്ക്ക് വേണ്ടി പണം നൽകാനുള്ള ഒരു രാജ്യം മാത്രമായി ഇന്ത്യ ഒതുങ്ങിപ്പോവുകയാണ്, അല്ലെങ്കിൽ യുക്രൈനെ തകർക്കാൻ വേണ്ടി റഷ്യക്ക് പണം നൽകുന്ന ഒരു രാജ്യം മാത്രമായി ഇന്ത്യ ഒതുങ്ങിപ്പോകുന്നു എന്നൊരു വിമർശനം ഉന്നയിക്കാൻ അമേരിക്ക കഴിയുന്നത് ഇന്ത്യക്ക് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പിന്തുണ നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ വിമർശനം നീണ്ടുപോകുന്നു. ഇന്ത്യയിലെ വലിയ സമ്പന്നരായ വിഭാഗങ്ങൾ, അത് ബ്രാഹ്മിൻസ് എന്ന പേരാണ് അവർ ഉപയോഗിക്കുന്നത്. അത് അമേരിക്കയിൽ അങ്ങനെയാണ്, വലിയ എലൈറ്റ് ക്ലാസ്സിനെ ഉപയോഗിക്കുന്നത് ബ്രാഹ്മിൻസ് എന്ന പേരാണ്. ബ്രാഹ്മിൻസിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിലെ ആളുകളെ ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ നേതാവാണ്. എങ്കിൽ പോലും അങ്ങനെ ആ നേതാവിന് ആ രാജ്യത്ത്
രാജ്യത്തിന് റഷ്യയുടെയും ചൈനയുടെയും സഹായം വേണം. അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റഷ്യയുടെയും ചൈനയുടെയും നേതാക്കന്മാരുടെ അടുത്ത് പോയി കേഴുകയാണ്. ആ രൂപത്തിലേക്ക് വിമർശിക്കാൻ അമേരിക്ക തയ്യാറാകുന്നത് ഈ മറ്റൊരർത്ഥത്തിൽ മറ്റൊരു അച്ചുതണ്ടായി ഇന്ത്യയും റഷ്യയും ചൈനയും മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ആ സൂചനകൾ യാഥാർത്ഥ്യമാകുന്നു, സാർത്ഥകമാകുന്നു. ഇന്ത്യ എല്ലാ തരത്തിലും സഹായിക്കാനും ഇന്ത്യയെ ഒപ്പം ചേർത്ത് നിർത്താനും ഈ രണ്ട് രാജ്യങ്ങളും തയ്യാറാകുന്നു. ഒപ്പം വ്യാപാര തലത്തിലും വാണിജ്യ തലത്തിലും ഇന്ത്യക്ക് കൂടുതൽ കരുത്ത്, ശക്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ലഭ്യമാകാനും ഒരുപക്ഷെ ഈ ഷാങ്ഹായ് കൂടിക്കാഴ്ച കൊണ്ട് സാധ്യമായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മൾ കാണേണ്ടത് പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒപ്പം ചേർത്ത് നിർത്തി ഒപ്പം യാത്ര നടത്തുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ. ഒരുപക്ഷെ നമുക്കറിയാം പുടിനെ സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഥകളിലൊക്കെ നമുക്കറിയാവുന്നത് മറ്റ് നേതാക്കന്മാർക്ക് കൈ കൊടുക്കാൻ പോലും മടിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സുരക്ഷ അങ്ങനെയാണ്. ആ സുരക്ഷയെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം കാറിൽ ഒപ്പം ഇരുത്തി 45 മിനിറ്റ് ചേർത്ത് നിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. ആ ചർച്ചയിൽ ഒരുപക്ഷെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക്, സൗഹൃദ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യക്ക് വേണ്ടി ഇനി എല്ലാ സഹായങ്ങളും ചെയ്യാൻ റഷ്യ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. മാത്രമല്ല റഷ്യയിൽ നിന്നുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ, നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ കൂടുതൽ വ്യാപാര രംഗത്ത് ഉൾപ്പെടെയുള്ള സഹകരണം കൂടുതൽ മികച്ചതാക്കുമെന്ന് പറയുന്നു. കൂടാതെ ഈ എണ്ണയുടെ ഇറക്കുമതി അതുപോലെ തന്നെ തുടരും എന്ന് പറയുകയാണ്. അതായത് അമേരിക്കൻ നിലപാടിനെ കൂസാതെ കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്.